ഹായ് അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കറി മസാല, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ വീതം, 2 ടീസ്പൂൺ തൈര്, പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് എടുത്തേക്കുന്നത്, ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര്. ഇതെല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പേ തന്നെ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഈ ചിക്കന് വെള്ളമെല്ലാം കളഞ്ഞതാണ്. അത് വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളമെല്ലാം നല്ലോണം പോയതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ആദ്യം കുറച്ചിട്ടിട്ട് അതിലേക്ക് മസാല പുരട്ടണേണ്. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ മസാല പുരട്ടാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കുറച്ചിട്ടാണ് മസാല പുരട്ടണത്. ആദ്യം പകുതി ഇട്ടിട്ടുണ്ട്, ബാക്കി പകുതിയും കൂടി ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ഈ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ വെക്കാൻ പറ്റിയിട്ട് 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലേ ഈ മസാല നല്ലതുപോലെ ഈ ചിക്കനിലേക്ക് പിടിക്കുള്ളൂ. മസാലയൊക്കെ നല്ലോണം പിടിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ കറിക്ക്. അതവിടെ മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറോളം വെച്ചതിന് ശേഷമാണ് ഇത് കറി വെക്കാനായിട്ട് എടുക്കണത്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. ഞാൻ 4 സവാളയാണ് എടുത്തേക്കുന്നത്. 4 മീഡിയം സൈസ് സവാള. അതിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കണം. ബട്ടറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അതിൽ കുറച്ച് സവാള ഫ്രൈ ചെയ്തിട്ട് കരിഞ്ഞു പോകരുത്, ഫ്രൈ ചെയ്ത് അത് മാറ്റി വെക്കണം. അത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയാണ്. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ബട്ടർ ഇടണമെന്നില്ല, വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി. അതും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ ബാക്കി സവാളയും കൂടെ ഇട്ട് കൊടുക്കണം. സവാള ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. സവാള നന്നായി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലോണം വഴണ്ട് വരണം. ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല തേച്ചതിൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചിട്ടാൽ മതി. 1/2 ടീസ്പൂൺ വീതം ഇട്ടിട്ട് അതിലേക്ക് 3 പച്ചമുളകും കൂടി ഇട്ട്, എരിവ് അധികം വേണമെന്നുണ്ടവർക്ക് 3-4 പച്ചമുളകൊക്കെ ഇടാം കേട്ടോ. ഇത് 3 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 തക്കാളി നേരിയതായി കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴണ്ട് വരണം. അപ്പോൾ വേണം ഇപ്പം നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണ് മസാല തേച്ചപ്പോൾ. ഈ മസാലയൊക്കെ ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. വേണമെങ്കിൽ കറിയെല്ലാം ശരിയായിക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിടാം. അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. നല്ലോണം വാടിക്കിട്ടും. അത് നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ തക്കാളിയെല്ലാം നല്ല വെന്ത് നല്ല എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ ഇട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ തന്നെ ഗ്രേവി ഇറങ്ങി വരും. അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഇത്ര കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെക്കണം. മൂടി വെച്ചതിന് ശേഷം കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ ആ പാത്രത്തിലെ മസാലയിൽ തന്നെ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് ഒഴിച്ചാൽ മതി. അല്ലാതെ തന്നെ നല്ലോണം ഗ്രേവി ഉണ്ട് ഇതിൽ. എല്ലാം കൂടെ കുറച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് മുകളിൽ കുറച്ച് വേപ്പിലയും ഫ്രൈ ചെയ്ത് വെച്ച സവാളയൊക്കെ ഇതിൻ്റെ മേലിൽ ഇട്ട് കൊടുക്കണേണ്.
മേളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. ഇപ്പം നല്ല ചാറൊക്കെ കുറുകി നല്ല ടേസ്റ്റുള്ള ഒരു കറിയായി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കടിക്കായിട്ട് മുട്ട ബജി ഉണ്ടാക്കാനാണ് ചായക്ക് നോമ്പ് തുറക്കാനായിട്ട്. പിന്നെ അതിൽ 1 കപ്പ് പിന്നെ കടലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പിന്നെ മൈദപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ പിന്നെ മുളക് പൊടി, കാൽ ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ചതിന് ലൂസായി പോകും. ലൂസായാൽ ഈ മുട്ടയിലൊന്നും ഇത് പിടിക്കില്ല, ഈ മാവ് പിടിക്കില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അധികം ലൂസായി പോകരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി ഞാൻ പിന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. 5 മുട്ടയാണ് എടുത്തേക്കണത്, അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇത്രയും ഇങ്ങനെ മതി. മാവ് അധികം ലൂസായി പോയാൽ ഇതിൽ മുട്ടയിൽ പിടിക്കില്ല. പിന്നെ മുട്ട ഇട്ട് കൊടുത്തിട്ട് ഈ മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ശേഷം ഒരു പിന്നെ ചീനച്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിട്ട് കൊടുത്ത് അങ്ങനെ ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ ഇത് ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്ത എല്ലാം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. മാവിൽ മുക്കിയിട്ട് അതിലേക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നതായി വരുമ്പം മുട്ട പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി മുട്ട മുറിച്ച് ഇടുമ്പോൾ തന്നെ അതിൻ്റെ ബേക്കിലായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഈ ഇതിൽ എണ്ണ ഇതാകുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് അത് എടുത്താൽ മതി. കോരി എടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു മുട്ട ബജിയാണ്. പിന്നെ കുറച്ച് നെഗറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതും വറുത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നോമ്പ് തുറക്കുമ്പോഴുള്ള വിഭവങ്ങൾ. നെഗറ്റ്സും മുട്ട ബജിയും പിന്നെ ചായ, ജ്യൂസ്, കുമ്മട്ടി ജ്യൂസ്, നാരങ്ങ വെള്ളം, മുന്തിരി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കഴിക്കണത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് പത്തിരിയുടെ കൂടെ, പുട്ട്, ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്.